ഫ്രണ്ട്സേ, ധന്യാണേ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ഏപ്രിൽ 4, നാളെയാണ് പാടന്തറ മർക്കസിലെ കല്യാണം. ഒരുപാട് ആളുകൾ ഈ ഒരു അവസാന നിമിഷം കൊണ്ട് എല്ലാവരും ചേർത്ത് പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ടെൻഷനായി പോയി. കാരണം ഇത്രയും 850 വധൂവരന്മാരുടെ കല്യാണം ശരിക്കും ഒരു കുടക്കീഴിൽ എന്താ പറയുക, ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ അത് റെഡിയായില്ലെങ്കിലോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ പണ്ട് എനിക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ദൈവം കാത്തു. ഒരുപാട് നന്മയുള്ള മനസ്സുകൾ, ഒരുപാട് ആളുകൾ, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കണം. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കടയിൽ നമ്മൾ കുറച്ച് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, അത് ഞാൻ മൂലം ഒരുപാട് ആളുകളിലേക്ക് എത്തുകയാണ്. എനിക്കെന്തായാലും എല്ലാവർക്കും ഇങ്ങനെ ഫുഡ് കൊടുക്കാനുള്ള സാമ്പത്തികം എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനും ഒരു സാധാരണക്കാരിയാണ്. എനിക്കും കച്ചവടം നടന്നാലേ എനിക്കും എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ, എൻ്റെ കടങ്ങൾ വീടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പാവങ്ങൾക്ക് ഭക്ഷണം ഞാൻ ഓർഡർ പിടിച്ചിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് നന്മയുള്ള മനസ്സുള്ള ആളുകൾ നമുക്ക് ഓർഡർ തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് 30 ആളുകൾക്കാണ് നമ്മളിപ്പം ഫുഡ് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നാളെ ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പാടന്തറ മർക്കസിലെ കല്യാണത്തിന് പോവുകയാണ്. എന്തായാലും അങ്ങോട്ട് പോവാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്രയും വലിയൊരു മഹാത്ഭുതം നടക്കുന്ന ആ ഒരു സദസ്സിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് ഒന്ന് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഞായറാഴ്ചയും ബിരിയാണിയാണ് കൊടുക്കുന്നത് നമ്മളുടെ അർഹതപ്പെട്ട ആളുകൾക്ക്. അപ്പം നമ്മൾ ആ ബിരിയാണി ഇന്ന് ശനിയാഴ്ച നമ്മൾ കൊടുക്കുകയാണ്. അതിൽ 20 പേർക്കുള്ള ബിരിയാണിക്കുള്ള ഓർഡർ ഒരു മോളുടെ ബർത്ത്ഡേ ആണ്. ആ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവരുടെ പാരൻസ് എനിക്ക് തന്നിട്ടുള്ളത് ഒരു പായസത്തിനും ബിരിയാണിക്കുമാണ് കേട്ടോ. പിന്നെ ബാക്കി 10 പേരുടെ അതും അതേപോലെ തന്നെ ഒരു കുഞ്ഞു മോളുടെ 2 പേരുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ ചെലവ് ഇങ്ങനെ പാവങ്ങൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു ഓർഡർ തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും. ഇതേപോലെ നിങ്ങൾക്ക് പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഓർഡർ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിതാ എൻ്റെ നമ്പർ ഞാനിവിടെ വെക്കുന്നുണ്ട്. കാരണം ദിവസത്തിന് ദിവസം ആളുകൾ ഇനി കൂടിക്കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പം ഞാനൊരു അളവിൽ ഞാൻ ഇനി പോകത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയങ്ങളിൽ ചിലപ്പോൾ ഓർഡർ കിട്ടും, ചില സമയങ്ങളിൽ നമുക്ക് ഓർഡർ കിട്ടില്ല. അപ്പം നമ്മൾ ഈ ഒരു 30-ൽ തന്നെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താവുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും എന്താ പറയുക, തിങ്കൾ ചൊവ്വ വരെയുള്ള ഭക്ഷണത്തിനുള്ള എമൗണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഭക്ഷണത്തിനുള്ള പൈസയാണ് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ബുധനാഴ്ച തുടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനുള്ള ഓർഡർ നിങ്ങൾക്ക് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാനിതിവിടെ വെക്കുന്നുണ്ട്. വീണ്ടും പറയാണ്, ഒരു നേരത്തെ ആഹാരത്തിനുള്ള ഓർഡറാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബിരിയാണിയും അതേപോലെ ഇന്ന് നമ്മൾ കടയിൽ എന്തായാലും കുറച്ച് പേർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടയുടെ ലൊക്കേഷൻ വരുന്നത് കിഴക്കഞ്ചേരിക്കാവാണ് കേട്ടോ. പാലക്കാട് ടു ഒറ്റപ്പാലം പോകുന്ന വഴിയിൽ കിഴക്കഞ്ചേരിക്കാവാണ് നമ്മുടെ ലൊക്കേഷൻ. എന്തായാലും എല്ലാവരും കടയിൽ വരിക, ഭക്ഷണം കഴിക്കുക, ഉണ്ണിയപ്പത്തിന് ഓർഡർ തരിക. താങ്ക്